ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡൽഹി ആഗ്ര മണാലി കസോളിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. രാവിലെ തന്നെ പിള്ളേരെയും കൂട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ ട്രെയിൻ ആദ്യം ഡൽഹിക്കാണ് പോകുന്നത്. ഏകദേശം 2 ദിവസത്തോളം നമ്മൾ ട്രെയിനിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കുറച്ചു നേരം കഥയും സമയം കളയാൻ വേണ്ടി പുറത്തിലെ കുറച്ചു നേരം കാഴ്ചയും കണ്ട് പിന്നെ ട്രെയിനിൽ ഫുഡ് ആണ് നമുക്ക് ഏറ്റവും വലിയ ടാസ്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ പിള്ളേർ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉണ്ണിയപ്പവും പിന്നെ മറ്റ് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അതും വാങ്ങി കഴിച്ചു. അങ്ങനെ പുറത്തിലെ കാഴ്ചയും കണ്ട് നമ്മൾ ട്രെയിനിൽ ഫുഡ് കഴിച്ചിട്ട് വൈറ്റിന് കംപ്ലൈൻ്റ് ഒന്നും വരുത്താതെ 2 ദിവസത്തിന് ശേഷം നമ്മൾ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. രാവിലെ നേരത്തെയാണ് ട്രെയിൻ വന്ന് ഇറങ്ങിയത്. എന്താണെന്നറിയില്ല, ഡൽഹിയിൽ നല്ല തണുപ്പുണ്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ ട്രെയിനിൽ നിന്ന് കോട്ടും അതേപോലെ ക്യാപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു. ഏകദേശം 4 മണി ആവാറ്. അങ്ങനെ പിള്ളേരെല്ലാവരും ഇറങ്ങി. അവിടെ നിന്ന് എല്ലാവരുടെയും കൗണ്ടിങ്ങും എടുത്ത്. ഇനി അടുത്തതായിട്ട് ഇവർക്ക് നമ്മൾ റൂം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരും റൂമിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കയറ്റി നമ്മൾ നേരെ വിട്ടു നമ്മുടെ ഹോട്ടൽ. അതുപോലെ തന്നെ എല്ലാവരുടെ ID പ്രൂഫും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ചെറിയ ചെറിയ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് നേരെ എല്ലാവരും ഇപ്പോൾ റൂമിൽ കൊണ്ടാക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റായിട്ടുള്ള റൂം തന്നെയായിരുന്നു നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും അവരുടെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് വേഗം നമ്മൾ നമ്മുടെ പണി അങ്ങോട്ട് തീർന്നു. സമയം ഏകദേശം പുലർച്ചെ ആയതുകൊണ്ട് തന്നെ രാവിലെ ചായ കുടിച്ചിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഡൽഹിയിലെത്തി. നമ്മുടെ ആദ്യത്തെ ചായ നമ്മൾ ഇവിടെ തന്നെ ഡൽഹിയിൽ 100-90% ആൾക്കാർ കുടിക്കുന്നത് ഇഞ്ചി ഇട്ടിട്ടുള്ള ചായ. അങ്ങനെ ചായ കുടിയും കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലെത്തി. കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അതും തീർത്ത് നമ്മൾ സമയം കളയാതെ വേഗം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂമിന്റെ ഏറ്റവും മുകളിലെ ടെറസിൽ നിന്നുള്ള കാഴ്ച. നല്ല രസമുണ്ട് രാവിലെ. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് നമ്മൾ ഹോട്ടലിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നേരെ നമ്മൾ താഴേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇവിടെ നിന്ന് എല്ലാവരും ഫുഡും കഴിച്ച് ഞാൻ നേരെ ഹോട്ടലിൻ്റെ റിസപ്ഷനിൽ പോയി. അപ്പോൾ അവിടെ കാണുന്ന കാഴ്ച, ഇവിടെ എല്ലാ രാജ്യത്തിൻ്റെ സമയം ഓരോ വാച്ചിലും ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിള്ളേരെല്ലാവരും ഫ്രഷപ്പായി റെഡിയായി വന്നു. ഇവരെ ഇന്ന് മൊത്തം നമ്മൾ ഡൽഹിയാണ് സൈറ്റ് സീന് കൊണ്ടുപോകുന്നത്. രാവിലെ നമ്മൾ പിക്ക് ചെയ്യാൻ വന്ന സെയിം ബസ് തന്നെയാണ് നമ്മളെ കറങ്ങാനും കൊണ്ടുപോകുന്നത്. അങ്ങനെ എല്ലാവരും കയറി ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തു. രാവിലെയും നല്ലപോലെ ഡൽഹിയിൽ ട്രാഫിക്. ആദ്യം നമ്മൾ ഇവരെ കൊണ്ടുപോകുന്നത് കുത്തബ്മിനാറിലേക്കാണ്. അവിടെ നിന്ന് എല്ലാവർക്കും വേണ്ട ടോക്കനൊക്കെ എടുത്ത് നമ്മൾ ഓരോരുത്തരായിട്ട് ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. അകത്തേക്ക് ആദ്യം കയറുമ്പോൾ തന്നെ അതിമനോഹരമായ ഈ ഒരു വ്യൂ ആണ് നമുക്ക് ആദ്യം കിട്ടുക. രാവിലെയാണ് കൊണ്ടൊന്നും കാര്യമില്ല, നല്ല വെയിലടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്നതാണ് നമ്മുടെ ഫുൾ ടീം. കണ്ണൂരിലെ മാഹി കോളേജിലെ സ്റ്റുഡൻസും ടീച്ചേഴ്സും അടങ്ങുന്ന 31 അംഗമുള്ള ടീമാണ് നമുക്ക്. അങ്ങനെ അവരെ നമ്മൾ അവിടെ നിന്ന് ഫ്രീ ആക്കി വിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി പോയി. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം എല്ലാവരും വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഇവരെ കൂട്ടിയിട്ട് പോകുന്നത് ഇന്ത്യ ഗേറ്റിലേക്ക്.